Hello everyone, welcome to the next class, periodicity of complex exponential function. Okay. അപ്പോൾ പീരിയോഡിസിറ്റി എന്ന് പറയണമെങ്കിൽ എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ, എന്താണ് പീരീഡ് എന്ന് നമുക്കറിയണം ആദ്യം. സോ വാട്ട് ഇസ് എ പീരിയോഡിക് ഫംഗ്ഷൻ? പീരിയോഡിക് ഫംഗ്ഷൻ, സോ റിയൽ ഫംഗ്ഷൻ്റെ കേസിലാണെങ്കിൽ സാധാരണ ഒരു ഫംഗ്ഷൻ y is equal to f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ പീരിയോഡിക് ആണെന്ന് പറയണമെങ്കിൽ said to be periodic if it has a period. If it has a period t. ഇപ്പോൾ പീരീഡ് ഉള്ള ഫംഗ്ഷനെയാണ് നമ്മൾ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ഇനി എന്താണ് പീരീഡ് എന്ന് പറഞ്ഞാൽ y is equal to f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പീരീഡാണ് t എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം f of x plus t നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് f of x തന്നെ കിട്ടും. അതാണ് അതിൻ്റെ മീനിങ്. f of x plus t equal to f of x ആയിരിക്കും for all x in the domain, whatever the domain. ഇവിടെ ഞാൻ റിയൽ നമ്പേഴ്സ് എടുക്കുന്നു. ഏതാണ് നിങ്ങളുടെ ഡൊമെയിൻ, ആ ഡൊമെയിനിൽ. ഇതാണ് നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും അറിയാവുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുന്നു. ഇപ്പോൾ സൈൻ എക്സിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എങ്ങനെയാണ് സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഉള്ളത്? സപ്പോസ് ദിസ് ഈസ് 0 ആൻഡ് ദിസ് ഈസ് π/2 ആൻഡ് ദിസ് ഈസ് π, ഇതൊരു 2π, ഇതൊരു 3π, ഇങ്ങനെ പോവാണ് വിചാരിച്ചു. ഇവിടെയും അതുപോലെ -π/2 -π ഇങ്ങനെ പോവാണ്. ദെൻ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്? sin 0 is 0, sin 90 is 1, sin 0 will be 0, point will be here, and sin π/2 is 1, sin π is 0, ഇങ്ങനെ ആയിരിക്കും പോവുക അല്ലേ? അപ്പോൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഏകദേശം ഇങ്ങനെ പോകും. ഇനി ഇവിടെ എങ്ങനെയാണ്? സൈൻ ഓഫ് മൈനസ് തീറ്റ സൈൻ ഓഫ് മൈനസ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ എന്ന് നിങ്ങൾക്കറിയാം. സോ ഇതേ അളവ് തന്നെ ഇവിടെ എങ്ങനെയാണ് വരിക? നെഗറ്റീവിലാണ് വരിക. സോ ദിസ് വിൽ ബി ഇങ്ങനെ ആയിരിക്കും പോവുക. അപ്പോൾ ഇതാണ് സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഒരു ഗ്രാഫ്. ഇനി ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകും അല്ലേ? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പോൾ നോക്കൂ, ഇതാണ്ടോ ഈ ഒരു സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ -π മുതൽ π വരെയുള്ളൊരു സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ സ്ട്രിപ്പിൻ്റെ ഉള്ളിൽ ഗ്രാഫ് എന്താണോ ഇത് തന്നെയാണ് ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെയല്ലേ പോവുക. ഇങ്ങനെ ഇതേ ഷേപ്പ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകാൻ പോകുന്നത്. സോ ഈ ഒരു ഗ്രാഫ് തന്നെയാണെന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ഇത്രയും യൂണിറ്റിൻ്റെ ഉള്ളിൽ എത്രയാണോ ലെങ്ത്ത് വരുന്നത് ആ ലെങ്ത്താണ് അതിൻ്റെ പീരീഡ് എന്ന് പറയാം. കാരണം ഈ ഒരു ലെങ്ത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ലെങ്ത്ത് വരുമ്പോൾ ഇതേ ഗ്രാഫിൻ്റെ ഷേപ്പ് തന്നെ കിട്ടും, വീണ്ടും അതേ ലെങ്ത്ത് വരുമ്പോൾ അതേ ഷേപ്പ് തന്നെ കിട്ടും. അപ്പോൾ ഇത് എത്രയാണ് ലെങ്ത്ത്? -π മുതൽ π വരെ. -π മുതൽ π വരെ എന്ന് പറയുമ്പോൾ എത്രയാണ് അതിൻ്റെ ലെങ്ത്ത്? π മൈനസ് അല്ലേ, റൈറ്റ് ഹാൻഡ് പോയിൻറ്റ് മൈനസ് ലെഫ്റ്റ് ഹാൻഡ് പോയിൻ്റ് ആണ് നമ്മൾ നോക്കുക. അതായത് π മൈനസ് -π. π മൈനസ് -π എത്രയാണ് വരിക? π മൈനസ് -π വിൽ ബി ബിക്കം 2π. അപ്പോൾ 2π ആണ് ഈ ലെങ്ത്തിൻ്റെ ഈ യൂണിറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രിപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്താണോ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. സോ ദാറ്റ് എനിക്ക് എന്ത് പറയാം? t ഈക്വൽ ടു 2π ആണ് നമ്മുടെ ഫംഗ്ഷനായ സൈൻ എക്സിൻ്റെ പീരീഡ്. 2π ഈസ് ദ പീരീഡ് ഓഫ് സൈൻ എക്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2π പീരീഡ് ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യേണ്ടേ? നോക്കാം, നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് 2π നമ്മൾ എടുക്കണം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് 2π എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് എക്സ് പ്ലസ് 2π ആണ്. എന്താണ് എക്സ് പ്ലസ് 2π? സൈൻ ഓഫ് എക്സ് പ്ലസ് 2π നോക്കൂ, ഇങ്ങനെ നോക്കാം. നമുക്ക് 0 ആംഗിൾ, π/2 ആംഗിൾ, π ആംഗിൾ, 2π/3 ആംഗിൾ, ആൻഡ് ദിസ് ഈസ് 2π ആംഗിൾ അല്ലേ? അപ്പോൾ സൈൻ ഓഫ് എക്സ് പ്ലസ് 2π എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഒരു എക്സ് എന്ന് പറയുന്ന ആംഗിൾ എങ്കിൽ സൈൻ ഓഫ് എക്സ് പ്ലസ് 2π എന്ന് പറഞ്ഞാൽ ആദ്യം എക്സ് ആംഗിൾ നമ്മൾ പോകണം, അത് കഴിഞ്ഞിട്ട് വീണ്ടും 2π പോകണമെന്ന്. 2π പോകണം എന്ന് പറഞ്ഞാൽ കറങ്ങി വീണ്ടും അവിടെ എത്തണം എന്നാണ് അർത്ഥം. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ എക്സ് പ്ലസ് 2π എന്ന് പറഞ്ഞാൽ ശരിക്കും സൈൻ എക്സ് തന്നെയാണ്. സൈൻ ഓഫ് എക്സ് പ്ലസ് 2π എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സൈൻ എക്സ് തന്നെയാണെന്ന് നമുക്കറിയാം, വിച്ച് ഈസ് ആൾസോ സൈൻ എക്സ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് 2π എന്ന് പറയുന്നത് സൈൻ എക്സ് തന്നെ കിട്ടി. അതായത് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്. സോ ദാറ്റ് വി ഗെറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് 2π ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഫംഗ്ഷൻ സൈൻ എക്സ് എന്ന് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷനാണ്. അതിൻ്റെ പീരീഡ് 2π ആണ്. ഇതാണ് ഒരു റിയൽ ഫംഗ്ഷൻ്റെ കേസിൽ പീരിയോഡിസിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷൻ്റെ ഇപ്പോൾ നമുക്ക് എന്ത് പറയാം? സൈൻ എക്സ് എന്ന് പറയുന്ന എക്സ് എന്നൊക്കെ എഴുതുമ്പോൾ റിയൽ ആണ് കേട്ടോ. ഇപ്പോൾ കോംപ്ലക്സിനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ റിയൽ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ്റെ, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ്റെ കേസിലുള്ള പീരിയോഡിസിറ്റിയാണ് ഇത്. അപ്പോൾ എക്സ് റിയൽ നമ്പറാണ്. സൈൻ എക്സ് എന്ന് പറയുന്ന റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ്റെ എന്താ പറയുക, പീരിയോഡിസിറ്റിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അതിൽ നമുക്ക് എന്ത് കിട്ടുന്നു? t ഈക്വൽ ടു 2π എന്നാണ് ഇതിൻ്റെ പീരീഡ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പീരിയോഡിസിറ്റി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനായ e⁻z എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, സോ നൗ യു കൺസിഡർ ദി ഫംഗ്ഷൻ
എഫ് സെഡ് is equal to ഇ റേസ് ടു സെഡ്. സെഡ് എന്ന് എഴുതിയപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഇത് കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ് കേട്ടോ. ഇതല്ല ഇതിൻ്റെ കേസല്ല ഇതിൻ്റെ കേസ്, ഇത് റിയൽ നമ്മൾ പഠിച്ചത്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന എഫ് സെഡ് is equal to ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഞാൻ പറയാൻ പോവാണ് ഈ ഫംഗ്ഷനും പീരിയോഡിക് ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ പീരിയോഡിക് ആവണമെങ്കിൽ എന്ത് വേണം? ഇതിനൊരു പീരീഡ് വേണം അല്ലേ? അപ്പോൾ ഞാൻ നോക്കുകയാണ്, ഐ ടേക്ക് ടി ഈക്വൽ ടു 2πi. ഞാനൊരു വാല്യൂ കൊടുത്തു ടി ഈക്വൽ ടു 2πi. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പീരീഡ് എന്ന് എനിക്ക് പറയണമെങ്കിൽ വാട്ട് ഐ ഹാവ് ടു ഗെറ്റ്? എഫ് ഓഫ് എക്സ് എഴുതാൻ പാടില്ല. അതുകൊണ്ട് ഈ ഒരു ഫോർമുല നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യണം. ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? ഇവിടെ എക്സ് ഇല്ല, സെഡ് ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് പ്ലസ് ടി ഈക്വൽ ടു എഫ് സെഡ് എന്ന് കിട്ടിയാലാണ് നമ്മളുടെ ടി എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ പീരീഡ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പീരീഡ് ഉണ്ടെങ്കിലല്ലേ പീരിയോഡിക് ഫംഗ്ഷൻ ആവത്തുള്ളൂ, ശരിയല്ലേ? സോ ഐ വിൽ കൺസിഡർ എഫ് ഓഫ് സെഡ് പ്ലസ് ടി. അതായത് എഫ് ഓഫ് സെഡ് പ്ലസ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 2πi ആണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വാട്ട് ഈസ് സെഡ്? സെഡ് ഒരു കോംപ്ലക്സ് നമ്പറാണ്. സെഡ് കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതുക? എക്സ് പ്ലസ് ഐ വൈ എന്നാണ് എഴുതുക. സോ ഇൻസ്റ്റെഡ് ഓഫ് സെഡ് ഐ റൈറ്റ് എക്സ് പ്ലസ് ഐ വൈ പ്ലസ് 2πi. ദറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ്, ഈ രണ്ട് ടേമിലും ഐ കോമൺ ആണ്. സോ ഐ ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ഐ വിൽ ഗെറ്റ് വൈ പ്ലസ് 2πi. സോ ഇതാണ് എനിക്ക് കിട്ടുന്നത്. റെഡി? ഓക്കെ, ഇനി എഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇ റേസ് ടു സെഡ് ആണ്. ഓക്കെ, സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ് കേട്ടോ. അപ്പോൾ എഫ് സെഡ് ഇ റേസ് ടു സെഡ് ആണെങ്കിൽ എഫ് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ എങ്ങനെ എഴുതുക നമ്മൾ? ഇത് എഫ് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഐ ഇൻറ്റു വൈ പ്ലസ് 2π. ഇതാണ് ഇവിടുത്തെ സെഡ്. അപ്പോൾ ഇ റേസ് ടു സെഡ് എന്ന് പറയുമ്പോൾ ഇ റേസ് ടു ഇതെന്താണോ അത് തന്നെ നമ്മൾ എഴുതും. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? നമുക്കറിയാം അല്ലേ? ഇ റേസ് ടു സെഡ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ ആണെന്ന് നമുക്കറിയാം. ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ നമ്മളിതിന് എഴുതുന്നത് ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ ആണ്. ഇത് ഓർത്തിരിക്കുക. ഇങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിരുന്നത്. സോ ദാറ്റ് ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈനെ ഇങ്ങനെ എഴുതാമെങ്കിൽ ഇതിന് ഇതുപോലെ എഴുതാമല്ലോ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ഇ റേസ് ടു എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് തന്നെയാണ്. അപ്പോൾ ഇ റേസ് ടു എക്സ് തന്നെ എഴുതാം. കോസ് വൈയുടെ സ്ഥാനത്ത് വൈ അല്ല, ഇവിടെ വൈ പ്ലസ് 2π ആണ്. സോ വൈയുടെ സ്ഥാനത്ത് ഞാൻ എന്തെഴുതണം? വൈ പ്ലസ് 2π പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ പ്ലസ് 2π. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് ഓഫ് 2π പ്ലസ് വൈ. അതെന്താ? നമ്മൾ അപ്പോഴേ പറഞ്ഞു നോക്കിയാൽ സൈനിൻ്റെ കേസിൽ പറഞ്ഞു അല്ലേ, സൈൻ വൈ പ്ലസ് 2π എന്ന് പറയുന്നത് സൈൻ വൈ തന്നെയാണ്. ഒരു പ്രാവശ്യം കറങ്ങി വരിക എന്നുള്ള അർത്ഥം തന്നെയാണ്. അതുകൊണ്ട് 2π യൂണിറ്റ് ആണ് ഇതിൻ്റെ ലെങ്ത്ത് അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഇത് പീരിയോഡിസിറ്റി വെച്ചിട്ടും പറയാം. എന്ത് ഇപ്പോൾ പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സൈൻ ഓഫ് എക്സ് പ്ലസ് 2π എന്താ? സൈൻ എക്സ് ആണ്. അപ്പോൾ സൈൻ ഓഫ് വൈ പ്ലസ് 2π എന്താ? സൈൻ വൈ ആണ്. ഇതേപോലെ തന്നെ കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും പീരിയോഡിക് ആണ്. അതിൻ്റെ പീരീഡും 2π ആണ്. അപ്പോൾ കോസ് ഓഫ് വൈ പ്ലസ് 2π എന്ന് പറയുന്നത് എന്തായി മാറുന്നു? കോസ് വൈ ആയി മാറുന്നു. പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ ഓഫ് വൈ പ്ലസ് 2π എന്ന് പറഞ്ഞാൽ സൈൻ വൈ ആണ്. സോ ദിസ് വിൽ ഐ ഗെറ്റ് വാട്ട് ഈസ് ദിസ്? ഇത് തന്നെയാണ് ഇതെന്താണ്? ഇ റേസ് ടു സെഡ് തന്നെയാണ്. ഇ റേസ് ടു സെഡ് എന്ന് പറഞ്ഞാൽ എഫ് സെഡ് തന്നെയാണ്. സോ വാട്ട് യു ഗെറ്റ് നൗ? വെൻ യു ഫൈൻഡ് ഔട്ട് എഫ് ഓഫ് സെഡ് പ്ലസ് ടി വേർ ടി ഈക്വൽ ടു 2πi, വി വിൽ ഗെറ്റ് എഫ് സെഡ് ഇറ്റ് സെൽഫ്. ശരിയല്ലേ? അപ്പോൾ ഇ റേസ് ടു സെഡ് ആണ് എൻ്റെ എഫ് സെഡ്. അപ്പോൾ ഇ റേസ് ടു സെഡിൽ 2πi എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു പീരീഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ടി ഈക്വൽ ടു 2πi വിച്ച് ഈസ് എ പീരീഡ് ഓഫ് ദ ഫംഗ്ഷൻ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ റേസ് ടു സെഡ്. ഓർ ഐ ക്യാൻ സേ ദാറ്റ് എഫ് സെഡ് is equal to ഇ റേസ് ടു സെഡ് is a periodic function with the period 2πi. So therefore f z is equal to e raised to z is a periodic function. Periodic function ആണ്. കാരണം ഒരു പീരീഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ടി. വിത്ത് പീരീഡ് ടി ഈക്വൽ ടു 2πi. വെറും 2π എന്ന് എഴുതി വയ്ക്കരുത് കേട്ടോ, അത് തെറ്റാണ്. 2πi എന്ന് തന്നെ എഴുതണം. 2πi കാരണം കോംപ്ലക്സ് നമ്പറാണ് പീരീഡായിട്ട് വരുന്നത്. ഇവിടെ ഒരു റിയൽ നമ്പർ 2π എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറാണ്. റിയൽ നമ്പർ ആയിരുന്നു ഇവിടുത്തെ പീരീഡ്. ഇവിടുത്തെ പീരീഡ് എന്താ? ഒരു കോംപ്ലക്സ് പീരീഡാണ്. കോംപ്ലക്സ് വാല്യൂ പീരീഡായിട്ട് വരുന്നൊരു ഫംഗ്ഷനാണ് ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന എക്സ്പോണൻഷ്യൽ കോംപ്ലക്സ് ഫംഗ്ഷൻ. ക്ലിയർ അല്ലേ? പീരീഡ് ടി ഈക്വൽ ടു 2πi. Okay, now we have a problem. Express e raised to z in the form of a plus iv where z is equal to pi by 6i. Okay, അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് തന്നാൽ അത് ചെയ്യാം. So for the solution we have to express e raised to z. What is e raised to z? E raised to z is defined to be e raised to x into cos y plus i into e raised to x into sin y. What are x and y? Where z is equal to x plus iy ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ. ഇനി സെഡ് എന്താണെന്ന് തന്നിരിക്കുന്നത്? വി ഹാവ്
given that we have given that z equal to pi by 6i. എന്ന് പറഞ്ഞാൽ z can be written 0 plus pi by 6i. അതായത് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന ഫോർമാറ്റിൽ ഞാനത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സെഡ് എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിലാണ് ഇ റേസ് ടു സെഡ് നമ്മൾ ഇങ്ങനെ എഴുതുക. അപ്പോൾ ഇവിടെ സെഡ് 0 പ്ലസ് പൈ ബൈ 6i ആണെങ്കിൽ എക്സ് എത്രയാണ്? 0 ആണ്. വൈ എത്രയാണ്? പൈ ബൈ 6 ആണ്. കിട്ടിയില്ലേ? എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഫോർമാറ്റിലേക്ക് നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ എക്സ് ഇവിടെ 0, എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടാണ് കേട്ടോ. റിയൽ പാർട്ട് ഓഫ് സെഡ് 0, ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഈക്വൽ ടു പൈ ബൈ 6. When you have x and y, we can substitute for e raised to z. So e raised to z is equal to e raised to x വേണം. x എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്. cos y വേണം. y എന്ന് പറഞ്ഞാൽ പൈ ബൈ 6 ആണ്. പ്ലസ് i ഇൻറ്റു e raised to x, that is 0 again, sin y, y is പൈ ബൈ 6. So what is e raised to 0? You know, e raised to 0 equal to 1 ആണ്. So 1. What is cos പൈ ബൈ 6? cos പൈ ബൈ 6ൻ്റെ വാല്യൂ √3/2 ആണ്. പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇനി അതറിയാത്തവരുണ്ടാവും. പൈ ബൈ 6 എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ പൈയുടെ വാല്യൂ 180 ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ 180/6 എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി ആണ് കേട്ടോ. അപ്പോൾ സൈൻ പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ സൈൻ 30 ആണ്. സൈൻ 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ആണ്. ഇനി കോസ് പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ കോസ് 30 ആണ്. കോസ് 30 എന്ന് പറഞ്ഞാൽ വിൽ ബി √3/2. ഓക്കെ, അപ്പോൾ ഇതുപയോഗിച്ച് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോസ് പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. Plus I into e raised to 0 is 1 again, sin pi by 6 will be 1/2. So that we will get 1 into √3/2 is √3/2 itself plus 1/2 i. So a plus ib എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് നമ്മൾ e raised to z-നെ റെപ്രസെൻറ്റ് ചെയ്തു. അതാണ് നമ്മളോട് പറഞ്ഞ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വൺ മോർ തിങ് ഞാൻ ഒരെണ്ണം കൂടെ ചെയ്യാം. z is equal to 2 minus pi by 2 i. അപ്പോൾ നമുക്കറിയാം z is equal to x plus i y ആണെന്നറിയാം. അപ്പോൾ ഇവിടുത്തെ x 2 ആണ്, y എത്രയാണ്? മൈനസ് പൈ ബൈ 2 ആണ്. ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടുത്തെ സൈനോട് കൂടിയാണ് എഴുതേണ്ടത്. സോ മൈനസ് പൈ ബൈ 2 ആണ്. ദെൻ ഇ റേസ് ടു z വിൽ ബി ഇ റേസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് സൈൻ വൈ. ഈ ഫോർമുല ഓർക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഈസ് 2 ഹിയർ, cos y, that is cos of minus pi by 2, plus i into e raised to 2 again, sin of minus pi by 2, which is equal to pi by 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? pi by 2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ് കേട്ടോ. ഓക്കെ, സോ ഇ റേസ് ടു 2 ഇൻറ്റു കോസ് ഓഫ് മൈനസ് തീറ്റ ഈസ് കോസ് തീറ്റ ഇറ്റ് സെൽഫ് ആണെന്നറിയാം. അപ്പോൾ കോസ് ഓഫ് മൈനസ് പൈ ബൈ 2ന് പകരം കോസ് പൈ ബൈ 2 എന്ന് എഴുതി, പ്ലസ് ഐ ഇൻറ്റു ഇ സ്ക്വയർ ഇൻറ്റു സൈൻ ഓഫ് മൈനസ് പൈ ബൈ 2 വിൽ ബി മൈനസ് സൈൻ പൈ ബൈ 2 ആണ് വരിക. കാരണം സൈൻ ഓഫ് മൈനസ് തീറ്റ വിൽ ബി സൈൻ മൈനസ് സൈൻ തീറ്റ ആൻഡ് കോസ് ഓഫ് മൈനസ് തീറ്റ വിൽ ബി കോസ് തീറ്റ. ഇത് ഓർത്തിരിക്കുക, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതാണ്, ട്രിഗ്നോമെട്രിക് കൺസെപ്റ്റ്സ് ആണ്. സോ ഇ സ്ക്വയർ ഇൻറ്റു കോസ് പൈ ബൈ 2 പ്ലസ് ഐ ഇൻറ്റു ഇ സ്ക്വയർ ഇൻറ്റു മൈനസ് സൈൻ പൈ ബൈ 2. ദറ്റ് ഈസ് വാട്ട് ഈസ് കോസ് പൈ ബൈ 2? കോസ് പൈ ബൈ 2ൻ്റെ വാല്യൂ എത്രയാണ്? കോസ് 90 ഈസ്, സോ ഇറ്റ് ഈസ് 0. സോ 0 പ്ലസ് ഐ ഇൻറ്റു ഇ സ്ക്വയർ ഇൻറ്റു മൈനസ് സൈൻ 90 ഈസ് 1. സോ വി വിൽ ഗെറ്റ് മൈനസ് ഇ സ്ക്വയർ ഐ. സോ ദിസ് വിൽ ബി അവർ e power, or I can write 0 plus minus e square into i. അതായത് a plus ib എന്നുള്ള ഫോർമാറ്റിൽ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം നമുക്ക്. i into b എന്ന് എഴുതാം നമുക്ക്. ഹിയർ a will be 0 and b will be minus e square കേട്ടോ. ഓക്കെ, so next question, expressed in the form of a plus ib was z is equal to e raised to 1 plus 5 pi i by 4 into e raised to minus 1 minus pi by 3 i. സോ ഈ പവറിലുള്ള ഒരു കോംപ്ലക്സ് നമ്പറാണ്, ഇവിടെയും പവറിലുള്ള ഒരു കോംപ്ലക്സ് നമ്പറാണ്. സോ വി ഹാവ് ദ റിസൾട്ട് ദാറ്റ് ഇ റേസ് ടു z1 ഇൻറ്റു ഇ റേസ് ടു z2 ഈക്വൽ ടു ഇ റേസ് ടു z1 പ്ലസ് z2. സോ യൂസിങ് ദിസ് റിസൾട്ട് ഈ നമ്പറിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? z ഈക്വൽ ടു ഇ റേസ് ടു, ഈ രണ്ട് പവറിനെയും കൂടി എനിക്ക് ഒരുമിച്ച് സമ്മാക്കി മാറ്റാം. സോ 1 പ്ലസ് 5 പൈ ബൈ 4 i പ്ലസ് മൈനസ് 1 മൈനസ് പൈ ബൈ 3 i. സോ ഇത് രണ്ട് നിങ്ങൾ സമ്മപ്പ് ചെയ്യുക. അപ്പോൾ ഇ റേസ് ടു ഐ ഇല്ലാത്ത ടേംസും ഐ ഉള്ള ടേംസും ഗ്രൂപ്പ് ചെയ്യണം. സോ 1 മൈനസ് 1 വിൽ ബിക്കം 0, അത് പോയി. പിന്നെ എന്താ ഉള്ളത്? 5 പൈ ബൈ 4 മൈനസ് പൈ ബൈ 3 അല്ലേ? ഐ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 5 പൈ ബൈ 4 മൈനസ് പൈ ബൈ 3. അപ്പോൾ ഇത് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്? സോ ഇവിടെ ചെയ്യാം 5 പൈ ബൈ 4 മൈനസ് പൈ ബൈ 3. സോ ദാറ്റ് വിൽ ബി 15 പൈ മൈനസ് 4 പൈ ഡിവൈഡഡ് ബൈ 12. ദാറ്റ് വിൽ ബി 11 പൈ
by 12. So I into 11 pi by 12 ഇങ്ങനെ എഴുതാം. സോ ദിസ് ഈസ് ഇ റേസ് ടു ഐ സംതിങ്. ഇതാണ് നമുക്ക് സെഡ് കിട്ടുന്നത്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം ഇ റേസ് ടു ഐ തീറ്റ വിൽ ബിക്കം കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഈ ഫോർമുല നമുക്കറിയാം. സോ യൂസിങ് ദിസ് ഫോർമുല ഇ റേസ് ടു ഐ സംതിങ് ക്യാൻ ബി റിട്ടൺ കോസ് 11 by 12 pi plus I into sin 11 by 12 pi. So this will be our value. Okay. So next question, express the function f z is equal to e raised to minus iz in the form of u plus iv. So we have given that our function f z is equal to e raised to minus iz. അപ്പോൾ ഇതിനെ നമ്മൾ e raised to minus iz നെ ഞാൻ e raised to minus I into z is replaced by x plus iy. So we will get e raised to minus ix minus I square y അല്ലേ, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. സോ e raised to minus ix, I square is minus 1 വീണ്ടും മൈനസ് പ്ലസ് y. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ. ഓർ ഐ ക്യാൻ റൈറ്റ് e raised to y minus ix എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം e raised to y പ്ലസ് ഐ ഇൻറ്റു മൈനസ് എക്സ്. ഇത് തന്നെയാണിത്. കാരണം ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ എന്നുള്ളൊരു ഫോർമാറ്റിലേക്ക് എഴുതിയിരിക്കുകയാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സിന് പകരം വൈ ആണ്, വൈക്ക് പകരം മൈനസ് എക്സ് ആണ്. റെഡി? ദെൻ ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദിസ്? ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ. വി ഹാവ് ദിസ് ഫോർമുല ബൈ ഇ റേസ് ടു സെഡ്. ഇതാണ് ഇ റേസ് ടു സെഡ്. ഓക്കെ. അപ്പോൾ ഇവിടെ എക്സിന് പകരം വൈ ആണ്, വൈക്ക് പകരം മൈനസ് എക്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ എങ്ങനെ എഴുതും? വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട്, ഇവിടുത്തെ റിയൽ പാർട്ട് വൈ ആണ്. കോസ് വൈ, വൈ എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട്, ഇവിടുത്തെ ഇമാജിനറി പാർട്ട് മൈനസ് എക്സ് ആണ്. പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് അഗെയിൻ, ദാറ്റ് മീൻസ് റിയൽ പാർട്ട്, ഹിയർ ഇറ്റ് ഈസ് വൈ, ഇൻറ്റു സൈൻ ഓഫ് വൈ. വൈ മീൻസ് ഹിയർ ദ ഇമാജിനറി പാർട്ടാണ്, ഇതാണ് എടുക്കുക. ഇവിടെ ഐയുടെ കൂട്ടുള്ളത് മൈനസ് എക്സ് ആണ്. സോ അഗെയിൻ മൈനസ് എക്സ്. ദറ്റ് ഈസ് ഇ റേസ് ടു വൈ ഇൻറ്റു കോസ് ഓഫ് മൈനസ് തീറ്റ ഈസ് കോസ് തീറ്റ ഇറ്റ് സെൽഫ്. അപ്പോൾ കോസ് ഓഫ് മൈനസ് എക്സിനെ ഞാൻ കോസ് എക്സ് എന്ന് എഴുതി. പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു വൈ ഇൻറ്റു സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്, അതിനെങ്ങനെ എഴുതി. അതായത് ഇ റേസ് ടു വൈ കോസ് എക്സ് പ്ലസ് ഐ ഇൻറ്റു മൈനസ് ഇ റേസ് ടു വൈ സൈൻ എക്സ്. അപ്പോൾ നമ്മൾ എഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ യു പ്ലസ് ഐ വി ആക്കി മാറ്റി എഴുതിയിട്ടുണ്ട്. വെർ യു ഈക്വൽ ടു ഇ റേസ് ടു വൈ കോസ് എക്സ്, കൊമ വി ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു വൈ സൈൻ എക്സ്. ഈ മൈനസോട് കൂടിയാണ് വി കേട്ടോ. സോ ഇൻ ദിസ് കൈൻഡ് അല്ലെങ്കിൽ ഇൻ ദിസ് വേ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് മാറ്റി എഴുതാനായിട്ട് പറ്റും. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സസൈസിലുണ്ട്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം.